നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ ഒരു ചർച്ച തുടങ്ങി വെച്ചിരുന്നു UDF. ജമാഅത്തെ ഇസ്ലാമിയാണ് തുടക്കം കുറിച്ചത്. അത് പിന്നീട് മുസ്ലിം ലീഗും UDFും ഏറ്റെടുത്തു. BJPയും CPMും തമ്മിൽ ഡീലുണ്ട്, രഹസ്യ ധാരണയുണ്ട് എന്ന്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. CPMും BJPയും ഡീലുണ്ട് എന്ന്. മാധ്യമങ്ങൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് പുറകെ പോവുകയും നിരവധി ഉപവാർത്തകൾ നൽകുകയും ചെയ്തു. ദൃശ്യമാധ്യമങ്ങളിലും പ്രമുഖ പത്രങ്ങളിലും ഒക്കെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? CPMും BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി. പല സംഭവങ്ങൾ, ചിലപ്പോൾ യാദൃശ്ചികമായി നടന്ന സംഭവങ്ങൾ പോലും എടുത്തു പിടിച്ച് ഇതൊക്കെ CPMും BJPയും തമ്മിലുള്ള ഡീലാണ് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയും ചെയ്തു UDFിനെ സഹായിക്കാൻ. ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ BJPയും CPMും തമ്മിലായിരുന്നോ ഡീലുണ്ടായിരുന്നത്? അല്ല എന്ന് ഇതാ തിരുവനന്തപുരത്തിൻ്റെ കണക്കുകൾ നമ്മോട് പറയും. BJP വിജയിച്ച മണ്ഡലങ്ങളിലെ കണക്കുകൾ അതുമാത്രം പരിശോധിച്ചാൽ മതി ആരൊക്കെ തമ്മിലാണ് ഡീൽ എന്ന് വ്യക്തമാക്കാൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് BJP വിജയിച്ച 2 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നേമമാണ്. നേമമണ്ഡലത്തിൽ മത്സരിച്ചത് രാജി ചന്ദ്രശേഖറാണ്. രാജി ചന്ദ്രശേഖറിൻ്റെ ഭൂരിപക്ഷം 3513 വോട്ടുകളാണ്. ആകെ ലഭിച്ച വോട്ട് 48,995. തൊട്ടടുത്ത സ്ഥാനാർത്ഥി അത് LDFിൻ്റെ വി ശിവൻകുട്ടിയാണ്. CPI നേതാവ് വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി ആ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തിരുന്നു 2021. നേമമണ്ഡലത്തിൽ മത്സരിച്ചത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് K മുരളീധരനാണ്. K മുരളീധരന് കിട്ടിയ വോട്ട് എത്രയാണെന്ന് അറിയാമോ? കഴിഞ്ഞ തവണ 36,524 വോട്ട്. 36,524 വോട്ട്. ഇത്തവണ ശബരിനാഥ് പിടിച്ചത് വെറും 25,906 വോട്ട്. 25,906 വോട്ട് എന്ന് വെച്ചാൽ ഏകദേശം 11,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് ശബരിനാഥും K മുരളീധരനും തമ്മിൽ. കോൺഗ്രസിന്റെ വോട്ടിൽ വ്യത്യാസം വന്നിരിക്കുന്നു, വളരെ കുറവ് വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ ശബരിനാഥിന് കഴിഞ്ഞില്ല എന്നർത്ഥം. 11,000-ഓളം വോട്ടുകൾ K മുരളീധരൻ പിടിച്ചത് അവിടെ നിന്ന് ശബരിനാഥിലെത്തുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ എവിടെ പോയി? കുറഞ്ഞ വോട്ടുകൾ എങ്ങോട്ട് പോയി? സ്വാഭാവികമായും അത് പോയിരിക്കുക രാജീവ് ചന്ദ്രശേഖരനാണ്. നേമമണ്ഡലം അറിയുന്ന ആർക്കും അറിയാം. എന്നിട്ട് പോലും അവിടെ ശിവൻകുട്ടി പരാജയപ്പെട്ടത് 3513 വോട്ടിന് മാത്രമാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ സമാഹരിക്കാൻ കഴിഞ്ഞില്ല. ശബരിനാഥ് നേമമണ്ഡലത്തെ സംബന്ധിച്ച് ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു. എന്തിന് അത്തരമൊരു ദുർബല സ്ഥാനാർത്ഥിയെ നേമമണ്ഡലത്തിൽ നിർത്തി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന്. നമുക്ക് അവിടെ നിന്ന് തൊട്ടടുത്ത വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വരാം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ R ശ്രീലേഖയാണ് BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം. R ശ്രീലേഖ കഴിഞ്ഞ തവണ VV രാജേഷിനെ 2021 മത്സരിച്ചത് VV രാജേഷാണ്. ഇപ്പോഴത്തെ മേയർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. ആ വോട്ട് പോലും സമാഹരിക്കാൻ കഴിഞ്ഞില്ല R ശ്രീലേഖയ്ക്ക്. ആ വോട്ട് എങ്ങോട്ട് പോയി? വി മുരളീധരന് പോയി. എന്തിന് R ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ നിർത്തി എന്നതിനുള്ള ഉത്തരമാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ എന്ന്. തിരുവനന്തപുരത്ത് അത് പ്രകടമാണ്. അതുമാത്രമല്ല 3 സീറ്റിലാണ് ജയിച്ചിരിക്കുന്നത് BJP. ആ 3 മണ്ഡലത്തിലും 2ാം സ്ഥാനത്ത് CPM ആണ്, LDF ആണ്. നേമത്ത് വി ശിവൻകുട്ടി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ R രാജേന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥി. R രാജേന്ദ്രന് ലഭിച്ചത് 47,525 വോട്ടാണ്. BB ഗോപകുമാറിന് വിജയിച്ച BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 51,923 വോട്ട്. 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക്, UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കേവലം 35,276 വോട്ട് മാത്രം. എന്ന് വെച്ചാൽ BJPയോട് നേരിട്ട് പോരാടി നിൽക്കുന്നത്
CPM ആണ് എന്നർത്ഥം. എന്നിട്ടും പറയുന്നു ഡീൽ 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 എന്ന് കോൺഗ്രസ് നേതാക്കൾ. സത്യത്തിൽ ആരൊക്കെ തമ്മിലാണ് ഡീൽ ഉണ്ടായത്? മോഷ്ടാവ് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുന്നതിന് ആൾക്കൂട്ടത്തിനോടൊപ്പം ഓടുന്നത് പോലെയാണ് കോൺഗ്രസ് ഡീൽ ഡീൽ എന്ന് പറഞ്ഞ് ഓടിയത്. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ, ദൃശ്യ പത്ര മാധ്യമങ്ങൾ എന്നതാണ് വസ്തുത. കണക്കുകൾ കൂടുതൽ പുറത്തു വരാനുണ്ട്. അപ്പോൾ വിശദാംശങ്ങൾ കൂടുതൽ തെളിഞ്ഞ് വരിക തന്നെ ചെയ്യും.